the service of the government of India or the provisions of any special or local law. യെസ്. എന്തുവാ പറഞ്ഞേ ദീപമോളെ? ദീപമോളെ ആ സാർ. സെക്ഷൻ 5 എന്താ പറഞ്ഞേക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞു. ആ അതെന്ന് ചില ലോകള് എന്താണ് ഈ ആക്ടിനെ ബാധിക്കൂലെന്ന്. അങ്ങനാണോ? നത്തിങ് നോക്കട്ടെ, ഒന്ന് വായിക്കട്ടെ സാർ. വായിക്കും വായിക്കും. നത്തിങ് വായിക്കണയാണ്. ആ ശരി. എനിക്ക് നോക്കിക്കോ. certain laws not affected by this act. ചില നിയമങ്ങൾ IPC ബാധകമല്ല. Nothing in this act shall affect the provisions of any act for punishing mutiny. എന്താ മ്യൂട്ടണി? കലാപം അല്ലേ? അല്ലേ? അതല്ലേ നമുക്ക് പഠിക്കാനുള്ളേ? അതെ സാർ. ആ, മ്യൂട്ടണി കലാപം. ആൻഡ് ഡെസേർഷൻ ഓഫ് ഓഫീസേഴ്സ്. എന്താ ഡെസേർഷൻ എന്ന് പറഞ്ഞാൽ? 5 ശതമാനം. ഡെസേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ ഭർത്താവിനെ കളഞ്ഞിട്ട് പോയാൽ ഡെസേർഷൻ എന്ന് പറയും. ഭർത്താവ് ഭാര്യയെ കളഞ്ഞിട്ട് പോയ ഡെസേർഷൻ എന്ന് പറയും അല്ലേ? ഇവിടെ അതല്ല. ഒരു ആർമിക്കാരനോ ഒരു നേവിക്കാരനോ ഒരു എയർഫോഴ്സുകാരനോ അവിടുന്ന് ചാടിപ്പോയാൽ, ആർമി ഉപേക്ഷിച്ച് പോയാൽ, ആർമിക്കകത്ത് നേവിക്കകത്ത് എയർഫോഴ്സിനകത്ത് എന്ത് ചെയ്താൽ, കലാപമുണ്ടാക്കിയാൽ, 1857 മഹത്തായ വിപ്ലവം എന്ന് കിട്ടില്ലേ ശിപ്പായി മൂട്ടിക്ക്, അതുപോലെ പട്ടാളം സർക്കാരിനെതിരെ തിരിഞ്ഞാൽ, നോക്കൂ, mutiny and desertion of officers, soldiers, sailors and airmen in the service of the government of India or the provisions of special or local law. ഒരു സ്പെഷ്യൽ ലോ പ്രകാരമോ ഒരു ലോക്കൽ ലോ പ്രകാരമോ ഉണ്ടായ ആർമിക്കാരനോ എയർഫോഴ്സുകാരനോ പിന്നെന്താ പറഞ്ഞേ എയർമെൻകാരനോ അവരുടെ ഓഫീസേഴ്സോ മ്യൂട്ടണി കലാപമുണ്ടാക്കിയാൽ, പട്ടാളത്തിന് ചാടിപ്പോയാൽ IPC പ്രകാരമല്ല അവരെ ശിക്ഷിക്കുന്നത്. അവർക്ക് ആർമി ആക്ട്, നേവി ആക്ട്, എയർഫോഴ്സ് ആക്ടും വേറെ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇതേ കാര്യം 41ാമത്തെ സെക്ഷനിലും 42ാമത്തെ സെക്ഷനിലും ഇതിന് തുല്യമായ ചില കാര്യങ്ങൾ പറയുന്നു. ഇപ്പം 41ഉം 42 പറയുമ്പോൾ 5ാമത്തെ സെക്ഷനിൽ ഇതിന് തുല്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അപ്പോൾ ഇനി നമ്മൾ ചാപ്റ്റർ 2ലേക്ക് കടക്കുകയാണ്. ജനറൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ IPCയിലെ വാക്കുകൾ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ജനറൽ എക്സ്പ്ലനേഷൻ. ആ ശരി. അപ്പോൾ അഞ്ജുഷയ്ക്കും ജിയയ്ക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. ചാപ്റ്റർ 2 definitions in the code to be understood subject to exceptions. ഈ IPCയിൽ ചില വാക്കുകളെ മെക്കാളെ പ്രഭു നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ IPCയിൽ ആ വാക്ക് പറഞ്ഞാൽ ആ അർത്ഥം മാത്രമേ ഉള്ളൂ. ചില തലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, വേറെ ചിലതും വരും എന്നാണ് അവിടെ പറഞ്ഞ സൈറ്റിൽ. മനസ്സിലായോ? IPCയിൽ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ മെക്കാളെ വിശദീകരിച്ചിട്ടുണ്ട്. IPCയിൽ എവിടെയും ആ വിശദീകരണമാണുള്ളത്. ചില വാക്കുകൾക്ക് വേറെ ചില വിശദീകരണങ്ങളൊക്കെ വരാം. ത്രൂ ഔട്ട് ദിസ് കോഡ്, ഈ നിയമത്തിലുടനീളം, ത്രൂ ഔട്ട് ദിസ് കോഡ്, every definition of an offense, every definition of an offense
ഒരു ഒഫൻസിനെ കുറിച്ചുള്ള എല്ലാ ഡെഫിനിഷനുകളും, എവരി പീനൽ പ്രൊവിഷൻ, എല്ലാ ശിക്ഷാ നിയമങ്ങളും, പീനൽ പ്രൊവിഷൻ ശിക്ഷ കൊടുക്കുന്ന പ്രൊവിഷനുകളും, ആൻഡ് എവരി ഇല്ലസ്ട്രേഷൻസ്, എല്ലാ ഉദാഹരണങ്ങളും, ഇല്ലസ്ട്രേഷൻസ് ഓഫ് എവരി സച്ച് ഡെഫിനിഷൻ, അതായത് ഒരു കുറ്റത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും, അത് കുറ്റമാണെങ്കിലും ശിക്ഷ പറയുന്ന കാര്യമാണെങ്കിലും ഉദാഹരണമാണെങ്കിലും, അങ്ങനെയുള്ള എല്ലാ ഡെഫിനിഷനും അല്ലെങ്കിൽ പീനൽ പ്രൊവിഷനും ഷാൽ ബി അണ്ടർസ്റ്റുഡ് സബ്ജക്ട് ടു എക്സെപ്ഷൻസ് കണ്ടെയ്ൻ ഇൻ ദ ചാപ്റ്റർ. എല്ലാ ചാപ്റ്ററിലും എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സെപ്ഷൻ, അത് പെടില്ല, ഇത് പെടില്ല. എക്സെപ്ഷൻ അവിടെ പോലെ പറഞ്ഞേക്കുന്നത് മോളെ, എക്സെപ്ഷൻ ഏത് സെക്ഷൻ പോലെ ഏത് സെക്ഷൻ വരെ എക്സെപ്ഷൻ പറഞ്ഞേക്കുന്നത്? എക്സെപ്ഷൻ ആണോ എക്സ്പ്ലനേഷൻ ആണോ സാർ? എക്സ്പ്ലനേഷൻ അല്ല, എക്സെപ്ഷൻ. 76 to 106. ആ 76 to 106 പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻ എല്ലാ ഡെഫിനിഷന്റെ കൂടെയും, എല്ലാ പീനൽ പ്രൊവിഷന്റെ കൂടെയും, എല്ലാ ഇല്ലസ്ട്രേഷന്റെ കൂടെയും ഉണ്ട് എന്ന് കരുതി വേണം വായിക്കാൻ. മനസ്സിലായോ? ഇച്ചിരി പാടാ മനസ്സിലാക്കാൻ. മനസ്സിലായി സാർ. മനസ്സിലായി? 5 ദിവസം നോക്കോ. ആ സാർ. യെസ്. മനസ്സിലായില്ലെങ്കിൽ ആന്ന് പറയണ്ട, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ശരിക്കും മനസ്സിലായിട്ടാണോ അങ്ങനെ പറഞ്ഞേ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം അല്ലേ? ആ, നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ അധികം നെയ്യ് കിടന്നാലും കുഴപ്പമില്ല. അതായത് IPC-യിൽ ഒത്തിരി ഡെഫിനിഷനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 8ാമത്തെ സെക്ഷൻ എടുത്ത് നോക്കൂ. 8 ജെൻഡർ അല്ലേ? ജെൻഡർ കണ്ടല്ലോ. ഇപ്പൊ ജെൻഡർ എന്താണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ IPC-യിൽ എവിടെയെല്ലാം ജെൻഡർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതേ അർത്ഥമായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? മനസ്സിലായോ? എന്താ സാർ ലാസ്റ്റ് പറഞ്ഞതാണ്? ജെൻഡർ എന്ന വാക്ക് IPC-യിൽ എവിടെയൊക്കെ ഉപയോഗിച്ചാലും ഈ സെക്ഷൻ 8-ൽ പറയുന്ന അർത്ഥമാണ് അവിടെ എല്ലാം ഉണ്ടാകുന്നത്. മനസ്സിലായി സാർ. അതുപോലെ പീനൽ പ്രൊവിഷൻ 3 മാസത്തേക്ക് ശിക്ഷിക്കും എന്ന് പറയുന്ന ഒരു വകുപ്പിന് 3 മാസത്തേക്ക് ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആ വകുപ്പ് എവിടെ വന്നാലും, ആ ഒഫൻസ് എവിടെ വന്നാലും അതിന് 3 മാസമായിരിക്കും ശിക്ഷ. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. പിന്നെ അടുത്ത കാര്യം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, രണ്ടാമത് പീനൽ പ്രൊവിഷൻ പറഞ്ഞു, 3 ഇല്ലസ്ട്രേഷൻ കാണിച്ചു തരാം. ഇല്ലസ്ട്രേഷൻ കാണണമെങ്കിൽ സെക്ഷൻ 36 എടുത്തേ. എടുത്തോ? 36 എടുത്തോ? 36-നകത്ത് ഒരു ഇല്ലസ്ട്രേഷൻ കിടക്കുന്നുണ്ടോ? A intentionally causes death partly by illegally committing to give such food and partly by beating such A has committed murder. അതുപോലെ ഇല്ലസ്ട്രേഷൻ എവിടെ വന്നാലും, ഈ ഇല്ലസ്ട്രേഷൻ എവിടെ വന്നാലും അതിനൊരർത്ഥമേ ഉണ്ടാവൂ. മാത്രമല്ല ഈ ഡെഫിനിഷനോടൊപ്പവും പീനൽ പ്രൊവിഷനോടൊപ്പവും ഇല്ലസ്ട്രേഷനോടൊപ്പവും 76 മുതൽ 106 വരെയുള്ള ജനറൽ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ
നമ്മൾ എത്രാമത്തെ സെക്ഷനാണ് കഴിഞ്ഞേ? 6 അല്ലേ? നമ്മള് ആദ്യം കഴിഞ്ഞിട്ട് ഇലിസ്ട്രേഷനൊക്കെ. ആ, ഇല്ലസ്ട്രേഷൻ ഉണ്ടോ അതിനകത്ത്? അല്ലേ? ആ ഉണ്ട് സാർ. യെസ്, ഇല്ലസ്ട്രേഷൻ ഒന്ന് വായിച്ചേ പ്രിയ മോളെ. Illustration A. The sections in this code which contain definition of offences do not express that a child under 7 years of the age cannot commit a such offence, but the definition are to be understood subject to the general exceptions which provides that nothing shall be an offence which is done by a child under 7 years of age. യെസ്, അവിടെ എന്താ B. പറഞ്ഞേക്കുന്നത്? ഈ IPC എടുത്ത് നോക്കുമ്പോൾ 7 വയസ്സിന് താഴെയുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്യത്തില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടേ? 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ത് ചെയ്താലും അത് കുറ്റമല്ല എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. കുറ്റം ചെയ്യത്തില്ലെന്നല്ല, ചെയ്യുന്നത് കുറ്റമല്ല എന്നാണ് പറയുന്നത്. ആ, അടുത്ത വായിച്ചേ. B. A police officer without warrant apprehends Z, who has committed murder. Here, A is not guilty of the offence of wrongful confinement, for he was bound by law to apprehend Z, and therefore the case falls within the general exceptions which provides that nothing is an offence which is done by a person who is bound by law to do it. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നേ? എ എന്ന് പറയുന്ന ആള് അഞ്ജുഷ ആരെ? സെഡ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അഞ്ജുഷ സെഡ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. സീബ്ര എന്ന് പേരുള്ള ആളെ പോയി അറസ്റ്റ് ചെയ്യുക. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വാറണ്ടോടുകൂടി സെഡ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ എക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അന്യായമായി തടങ്കലിൽ വെച്ചു. കാര്യം എന്താണ്? ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ് അല്ലേ? നിയമപരമായി പോലീസുകാരൻ വാറണ്ടോടുകൂടി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. അയാളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് സെഡിനെ ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെച്ചു എന്ന് കരുതി, അല്ല ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെച്ചു എന്ന പേരിൽ എക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, അപ്പോൾ ഡിഎമോളും അഞ്ജുഷേർന്ന് വായിച്ച് രണ്ടും സെക്ഷനും ഇല്ലസ്ട്രേഷനും. സെക്ഷൻ 5 തൊട്ട് വായിക്കട്ടെ സാർ. അതെ. 5. Certain laws not to be affected by this act. Nothing in this act shall affect the provisions of any act for punishing mutiny and desertion of officers, soldiers, sailors, or airmen in the service of the Government of India, or the provisions of any special or local law. Chapter 2 General Explanations. Section 6 Definitions in the code to be understood subject to exceptions. Throughout this code, every definition of an offence, every penal provision, and every illustration of every such definition or penal provisions shall be understood subject to the exceptions contained in the chapter entitled General Exceptions, though those exceptions are not repeated in such definition, penal provision, or illustration. Illustrations A. The sections in this code which contains definition of offences do not express that a child under 7 years of age cannot commit such offences, but the definitions are to be understood subject to the general exception which provides that nothing shall be an offence which is done by a child under 7 years of age. B. A police officer without warrant apprehends Z, who has committed murder. Here, A is not guilty of the offence of wrongful confinement, for he was bound by law to apprehend Z, and therefore the case falls within the general exception which provides that nothing is an offence in which is done by a person who is bound by law to do it. ആ, ഡിഎമോൾ വായിച്ചേ. 5. Certain laws not to be affected
by this act. Nothing is in this act shall affect the provision of any act for punishing mutiny and desertion of officers, soldiers, sailors, or airmen in the service of the government of India or the provision of any special or local law. Chapter 2 General Explanation. See, definition in a code to be understood subject to exceptions. Toward this code, every definition of an offense, every penal provisions, and every illustration of every such definition or penal provision shall be understood subject to exceptions contained in the chapter entitled General Exceptions. So those exceptions are not repeated in such definition, penal provision, or illustration. Illustrations 1. Illustration A. Section in this code which contain definition of offense do not express that a child under 7 years of the age cannot commit such offense, but the definition are to be understood subject to the general exceptions which provides that nothing shall be an offense which is done by a child under 7 years of age. B. A police officer without warrant apprehends Z who was committed murder. Here A is not guilty of offense of wrongful confinement, for he was bound by the law to apprehend Z, and therefore the case falls within the general exception which provide that nothing is an offense which is done by the person who is bound by law to do it. മനസ്സിലായോ? Sir. മനസ്സിലായി sir. യെസ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇനി 7. സെൻസ് ഓഫ് എക്സ്പ്രഷൻ വൺസ് എക്സ്പ്ലൈൻ. ഒരു സെൻസ് ഓഫ് എക്സ്പ്രഷൻ. എന്താണ് സെൻസ്? മണം, കാഴ്ച, ത്വക്ക്, കേൾവി, ഇതൊക്കെ സെൻസാ അല്ലേ? അത് ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്താൽ ആ നിയമത്തിലൂടെ പൂർണ്ണമായും അത് തന്നെ ആയിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നാണ് പറഞ്ഞത്. എവരി എക്സ്പ്രഷൻ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ എനി പാർട്ട് ഓഫ് ദ കോഡ് ഈസ് യൂസ്ഡ് ഇൻ എവരി പാർട്ട് ഓഫ് ദ കോഡ് കൺഫേമിറ്റി വിത്ത് എക്സ്പ്ലനേഷൻ. എവിടെയെങ്കിലും ഒരു വസ്തുവിനെ, എക്സ്പ്രഷനെ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ്, അതിനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ കോഡ് ഈസ് യൂസ്ഡ് ടു എവരി പാർട്ട്, നിയമത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിനെ ഒരു എക്സ്പ്രഷനെ കുറിച്ച്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാകാം, മണമാകാം, രുചിയാവാം, സെൻസ് കൊണ്ട് കാണുന്നത് എന്തുമാകാം, അതിനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ ഉടനീളം 511 സെക്ഷനിലും ആ എക്സ്പ്രഷൻസ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? അടുത്ത 8 IPC പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. 8 നോക്കിക്കോണേ. ദ പ്രൊവിഷൻ ഹി ആൻഡ് ഹിസ് ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ടു എനി പേഴ്സൺ വെദർ മെയിൽ ഓർ ഫീമെയിൽ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഹി അവൻ, അവൻ അവൻ, ഷീ അവൾ അവൾ അവൾ, അല്ലേ? പഠിച്ചിട്ടില്ലേ? പക്ഷേ IPC പറയുന്നു ജെൻഡർ. എന്താ പറയുന്നത്? ദ പ്രൊവിഷൻ ഹി ആൻഡ് ഹിസ് ഡെറിവേറ്റീവ്. ഹീയും ഹീയെ പിന്തുടർന്ന് വരുന്ന ഡെറിവേറ്റീവ്. എന്തുവാ ഡെറിവേറ്റീവ്? ഹി, ഹിം, ഹിംസെൽഫ്, അല്ലേ? അതുപോലെ വരുന്ന ഡെറിവേറ്റീവുകളെല്ലാം ഷീ എന്നും പറയും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്നും IPC അർത്ഥമാണ്. അപ്പോൾ ഹി എന്ന് പോലീസുകാരെ എഴുതി കൊടുത്താൽ അത് ഹി അല്ല ഷീ ആണ് എന്ന് വക്കീലിന് വാദിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇല്ല. ഹി ഇൻക്ലൂഡ് ഷീ ഓൾസോ. അപ്പോൾ IPCയിൽ ഹി എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. എന്തും അർത്ഥമുണ്ട്. എന്തും അർത്ഥമുണ്ട്. സ്ത്രീ എന്നും അർത്ഥമുണ്ട്. സ്ത്രീ എന്നും അർത്ഥമുണ്ട്. വേറെ എവിടെങ്കിലും പോയി സ്ത്രീ ഹി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ എന്ന് അർത്ഥമുണ്ടെന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാർ ചിരിക്കും. ഇവൻ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയത്തില്ലേ?
ഏഹ് ആ ആ വലിയ LLB കാരനാന്നാ പറഞ്ഞത്. പക്ഷെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്നു. ആ അപ്പൊ അവനോട് IPC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മെക്കാളെ എഴുതിയതാണ്, 1860 ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതിനകത്ത് സെക്ഷൻ 80 പോയി നോക്ക്, ഷീ എന്ന് പറഞ്ഞാൽ ഷീയും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവർക്കറിയത്തില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. അടുത്തത് 9 നമ്പർ. Unless the contrary appears from the context, സാന്ദർഭികവശാൽ തോന്നുന്നില്ലെങ്കിൽ, unless the contrary appears from the context, സാന്ദർഭികവശാൽ മറിച്ച് തോന്നാത്ത പക്ഷം, വേർഡ്സ് importing the singular number, പിന്നെ includes the plural number. എവിടെങ്കിലും 1 എന്ന് പറഞ്ഞിട്ട് 10 ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പക്ഷേ IPC പറയുന്നു, നിങ്ങൾ സിംഗുലർ എന്ന് എഴുതിയാലും IPCക്ക് പ്ലൂറൽ എന്നും അർത്ഥമുണ്ട്. ആൻഡ് ദ വേർഡ്സ് ഇമ്പോർട്ടിംഗ് പ്ലൂറൽ നമ്പർ ഇൻക്ലൂഡ് സിംഗുലർ നമ്പർ. പ്ലൂറലായി എവിടെങ്കിലും ഒരു നമ്പർ എഴുതിയാൽ അത് തെറ്റിപ്പോയതാണെങ്കിലും വെട്ടണ്ട. IPCയിൽ എന്താണത്? ഇറ്റ് ഈസ് കോൾഡ് സിംഗുലർ നമ്പർ. സിംഗുലർ. ഓക്കെ അല്ലേ? സിംഗുലറിനെ സാന്ദർഭികവശാൽ പ്ലൂറലായിട്ടും പ്ലൂറലിനെ സാന്ദർഭികവശാൽ സിംഗുലറായും പരിഗണിക്കാം. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. 10 നോക്കൂ. മാൻ ആൻഡ് വിമൻ. പുരുഷൻ, സ്ത്രീ. നോക്കിക്കോണം. മാൻ എന്ന് എഴുതാൻ ആകെ 3 അക്ഷരമേ ഉള്ളൂ. വിമൺ എന്ന് എഴുതാൻ എത്ര അക്ഷരമുണ്ട്? 5. വിമണിനകത്ത് സൂക്ഷിച്ചു നോക്കിയ ഒരു മാനും കൂടെ ഉണ്ടല്ലേ? അല്ലേ? മാനല്ലേ? ആ, വിമണിനകത്തൊരു മാനുണ്ട്. പക്ഷെ മാനകത്ത് വിമൺ ഉണ്ടോ? ഇല്ല. ഇല്ല. അതിന്റെ അർത്ഥം എന്താ? പുരുഷന്റെ കരുത്തും കൂടെ സ്ത്രീക്കുണ്ടെന്ന്. പക്ഷെ സ്ത്രീയുടെ ക്വാളിറ്റി ആർക്കില്ല? പുരുഷനില്ല. പുടി കിട്ടിയ? സ്ത്രീക്ക് സ്ത്രീയുടെ ക്വാളിറ്റി ഉണ്ട്, പുരുഷന്റെ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ പുരുഷന്റെ ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ, പുരുഷന്റെ ക്വാളിറ്റി മാത്രമല്ല, സ്ത്രീയുടെ ക്വാളിറ്റി. യെസ്. The word man denotes a male human being of any age. എന്താ പറഞ്ഞേ? മാൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഹ്യൂമൻ ബീയിങ് ഓഫ് എനി ഏജ്. പ്രസവിച്ചതേ ഉള്ളൂ, 1 മണിക്കൂർ പോലും ആയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിൽഡ്രൻ, ചൈൽഡ്, ബേബി എന്നൊന്നും പറയണ്ട. IPCയിൽ മാൻ എന്ന് പറഞ്ഞാണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, ഒരു പെൺകുട്ടി ജനിച്ചു, 1 മണിക്കൂർ പോലും ആയില്ല. ആ പെൺകുട്ടി എന്താണ്? വിമണാണ് IPC പ്രകാരം. അത് ബേബി, കുഞ്ഞുവാവ എന്നൊന്നും IPC പറയത്തില്ല. IPC ഒറ്റ പറഞ്ഞതേ പറയൂ, വിമൺ. മനസ്സിലായോ? മനസ്സിലായി സാർ. അവ 7, 8, 9, 10 ഒന്ന് വായിച്ചേ. 7. Sense of expression once explained. Every expression which is explained in any part of this code is used in every part of this code in conformity with the explanation. 8. Gender. The pronoun he and its derivatives are used of any person, whether male or female. 9. Number. Unless the contrary appears from the context, words importing the singular number include the plural number, and the words importing the plural number include the singular number. 10. Man and woman. The word man denotes a male human being of any age. The word woman denotes a female human being of any age. Yes. Article 11. Person. The word person includes any company or association or body of person. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥമുണ്ട്? പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്പനി എന്നർത്ഥമുണ്ട്, വ്യക്തി എന്ന് മാത്രമല്ല.
പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്പനി എന്നർത്ഥമുണ്ട്. രണ്ടാമെന്ന് പറയുന്നു അസോസിയേഷൻ എന്നർത്ഥമുണ്ട്. ബോഡി ഓഫ് പേഴ്സൺസ് എന്നർത്ഥമുണ്ട്. വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, രജിസ്റ്റർ ചെയ്തതാണെങ്കിലും രജിസ്റ്റർ ചെയ്തല്ലെങ്കിലും ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ IPC പ്രകാരം വ്യക്തി മാത്രമല്ല, പിന്നെ ആരാണ്? കമ്പനിയാണ്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പേഴ്സണാണ്. അസോസിയേഷൻ ഓഫ് ബോഡി ഓഫ് പേഴ്സൺസ് ഒരു അസോസിയേഷനാണ്. അതെന്താണ്? വ്യക്തിയാണ്. അത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ കമ്പനി പേഴ്സണാണ്, അസോസിയേഷൻ പേഴ്സണാണ്. ഉദാഹരണത്തിന് നായർ സർവീസ് സൊസൈറ്റി ഇസ് എ പേഴ്സൺ, SNDP ഇസ് എ പേഴ്സൺ, CITU ഇറ്റ് ഈസ് എ പേഴ്സൺ, സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് എ പേഴ്സൺ, അനദർ പേഴ്സൺ. മനസ്സിലായോ? മനസ്സിലായി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് എ പേഴ്സൺ ആർ ദ പബ്ലിക്. The word public includes any class of public or any community. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ചേർന്ന് നിന്നാൽ അത് പബ്ലിക്കാണ്. ഒരു കമ്മ്യൂണിറ്റി ചേർന്ന് നിന്നാലും അതെന്താണ്? പബ്ലിക്കാണ്. എന്താ പറഞ്ഞേക്കുന്നത്? The word public includes any class of public or any community. മനസ്സിലായോ? മനസ്സിലായി സാർ. ക്യൂൻ എടുത്തു കളഞ്ഞു. ക്യൂൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ബ്രിട്ടീഷ് രാജ്ഞിയായി. 1860 ഉണ്ടാക്കിയ നിയമത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഭയങ്കര സ്ഥാനമായി. 1950 ഇന്ത്യയിൽ എന്തായാലും അവതരിപ്പിച്ചപ്പോൾ, ഭരണഘടന അവതരിപ്പിച്ചപ്പോൾ ക്യൂനിനെ എടുത്ത് വെളിയിൽ കളഞ്ഞു. അതുകൊണ്ടാണ് റിപ്പീൽഡ് ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ 1950 എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടോ? കണ്ടു സർ. ദ സെർവന്റ് ഓഫ് ഗവൺമെന്റ്, സർക്കാർ സേവകൻ, ഉദ്യോഗസ്ഥനല്ല. നമ്മൾ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത് തെറ്റാണ്. ഗവൺമെന്റ് എംപ്ലോയി അല്ല, ഗവൺമെന്റ് സെർവന്റ്. ഗവൺമെന്റ് സെർവന്റ്. സെർവന്റ് സാർ എന്ന് പറയുന്നത് ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ കേട്ടോ. AO. ചില സ്ഥാപനങ്ങളിൽ പോയ AO എന്ന് പറയും, ഒരു പോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നർത്ഥം കേട്ടോ. ചില സ്ഥാപനങ്ങളിൽ പോകും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അവിടെ മാനേജർ വേറെ കാണും, പ്രിൻസിപ്പൾ വേറെ കാണും ചില സ്കൂളുകളിൽ, പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേറെ കാണും. ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അത് എന്നും തുറക്കുകയല്ല, വല്ലപ്പോഴും തുറക്കും. അവിടെ വന്നൊരു പള്ളിയിലച്ഛനായിരിക്കും. പ്രിൻസിപ്പൾ മാനേജർക്ക് വേറെ റൂമുണ്ട്. അവരെക്കാളും ഭയങ്കര ഡെക്കറേറ്റീവായ ഓഫീസാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫീസ്. മനസ്സിലായോ? ഫിനാൻഷ്യൽ ഡീലിംഗ് എല്ലാം അവിടെ നടക്കും. അക്കാഡമിക് കാര്യങ്ങൾ പ്രിൻസിപ്പൾ നോക്കും, മറ്റ് അക്കാഡമിക് അല്ലാത്ത കാര്യങ്ങൾ മാനേജർ നോക്കും. പൈസയുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും? അച്ഛൻ നോക്കും. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഉദാഹരണം പറഞ്ഞതാണ്. അടുത്തത് നമ്മളെന്ത് പറഞ്ഞ? ഗവൺമെന്റ് സെർവന്റ്, സെർവന്റ് ഓഫ് ഗവൺമെന്റ്. The word servant of government denote any officer or several servant continued, appointed, employed in India by or under the authority of government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എന്ത് പറയും? The word servant of government denote any officer, എല്ലാ ഓഫീസറും വരും. ഓർ സെർവന്റ്, സേവകർ വരും. കണ്ടിന്യൂഡ്, തുടരുന്നവരും. അപ്പോയിന്റഡ്, അപ്പോയിൻമെന്റ് ചെയ്തും. ഓർ എംപ്ലോയിഡ്, ജോലി ചെയ്യുന്നതും. ഇൻ
ഇൻ ഇന്ത്യ, എവിടെ? ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നതും ഇന്ത്യക്കകത്ത് അപ്പോയിൻമെന്റ് ചെയ്യുന്നതും ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നതുമായ ബൈ ഓർ അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതോറിറ്റിയിൽ അപ്പോയിൻമെന്റ് ചെയ്യപ്പെട്ട എല്ലാവരും ഏതിൽ വരും? സർവന്റ് ഓഫ് ഗവൺമെന്റ്. ഇത് മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കണം. സർവന്റ് ഓഫ് ഗവൺമെന്റ് 14-ലും പബ്ലിക് സർവന്റ് പൊതുസേവകൻ 21-ലുമാണ് പറയുന്നത്. ഇച്ചിരി കഴിയുമ്പം പബ്ലിക് സർവന്റ് ആരാണ്, സർവന്റ് ഓഫ് ഗവൺമെന്റ് ആരാണെന്ന് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഏതാ? സർവന്റ് ഓഫ് ഗവൺമെന്റും പബ്ലിക് സർവന്റും തമ്മിലുള്ള വ്യത്യാസം. ആ IPCക്ക് LLB പരീക്ഷയ്ക്ക് ചോദിച്ചാലും എഴുതേണ്ടി വരും, മുനിസിപ്പൽ സ്റ്റേറ്റിനും എഴുതേണ്ടി വരും, ജില്ലാ ജഡ്ജിയുടെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഏത് PSCയിൽ LLBക്കാർക്ക് ചോദിച്ചാലും ഇത് ചോദിക്കും. ഏതാ? സർവന്റ് ഓഫ് ഗവൺമെന്റും പബ്ലിക് സർവന്റും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. അപ്പൊ 15ഉം 16ഉം ഇല്ല. 15 എന്തായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യക്കാരാണ്. രണ്ടാമത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അത് രണ്ടും എടുത്തു കളഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞിട്ട് പകരം വന്ന വാക്കാണ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്താ ഇന്ത്യ? യൂണിയൻ ഓഫ് ഇന്ത്യ. യൂണിയൻ ഓഫ് ഇന്ത്യ. നോക്കൂ, ഗവൺമെന്റ്. ദ വേർഡ് ഗവൺമെന്റ് ഡിനോട്ട്സ് സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ ഗവൺമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പെടും. പിന്നെന്ത് പെടും? ഗവൺമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവൺമെന്റും പെടും. പൊടി കിട്ടിയോ? മനസ്സിലായി സാർ. അടുത്തത് ഇന്ത്യ മീൻസ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അത് എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വെട്ടിക്കളാണ്. എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അവിടെ കിടപ്പുണ്ടോ പുസ്തകത്തിൽ? Including the state of Jammu and Kashmir. ഇൻക്ലൂഡിംഗ് എന്നല്ല എഴുതിയേക്കുന്നേ, Excluding. അത് തെറ്റാ. പുറത്താക്കിയെന്ന്. തെറ്റാ. അവിടെ തിരുത്താൻ ആർക്ക് പറ്റി? സമയമില്ലായിരുന്നു, പാർലമെന്റിന് സമയമില്ലായിരുന്നു. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് അങ്ങ് പാസ്സാക്കിയതേ ഉള്ളൂ. ഓരോ നിയമത്തിലും മാറ്റേണ്ട വാക്കുകളെ മാറ്റാനുള്ള സമയം ആർക്കില്ല? പാർലമെന്റിനില്ല. പാർലമെന്റ് ഇല്ല. വർഗീയ കാർഡ് കളിക്കുമ്പോൾ ഇതൊക്കെ നോക്കാത്ത നേരമുണ്ട്. മനസ്സിലായോ? ശരി. മോഷ്ടിക്കാൻ സ്പെഷ്യൽ കളർ എടുത്തതിന് ശേഷം ഇൻക്ലൂഡിംഗ് ആക്കണം. ഇൻക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ശരി. എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ജഡ്ജ് ആരാണ്? ജഡ്ജ് എന്നാ പറഞ്ഞത്, ജുഡീഷ്യൽ ഓഫീസർ എന്നല്ല. The word judge denotes not only every person who officially designated as a judge, but also every person. ഒരു എക്സ്പ്ലനേഷൻ കിടക്കുന്നുണ്ടോ? ജഡ്ജ്, ആ എക്സ്പ്ലനേഷൻ പെടുന്നവരെല്ലാം ജഡ്ജാണ്. എന്താ? The word judge denoted not only every person who is officially designated as judge. ഔദ്യോഗികമായി ജഡ്ജി എന്ന ബോർഡ് വെച്ച് നടക്കുന്നവർ മാത്രമല്ല ജഡ്ജി, താഴെ പറയുന്നവരും ജഡ്ജി ആണ്. അല്ലേ? എന്താണ്? Who is empowered by law to give. അവൻ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തരാൻ. എന്ത് തരാൻ? law to give in any legal proceedings. ഒരു ലീഗൽ പ്രൊസീഡിങ്സിൽ ഇരിക്കാൻ അവകാശമുള്ളവൻ ജഡ്ജാണ്. സിവിൽ ഓർ ക്രിമിനൽ. ആ ലീഗൽ പ്രൊസീഡിങ്സ് എന്താവാം? സിവിലാവാം, ക്രിമിനൽ ആകാം. സിവിൽ ലീഗൽ പ്രൊസീഡിങ്സിലും ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സിലും ഇരിക്കാൻ അവകാശമുള്ള, പ്രൊസീഡിംഗ് ഓഫീസറായി ഇരിക്കാൻ അവകാശം നിയമം കൊടുത്തിരിക്കുന്ന, അധികാരം നിയമം കൊടുത്തിരിക്കുന്ന എല്ലാവരും ജഡ്ജാണ്. A definitive judge
judgment which, if not appealed against, would be definitive. എന്താ പറയുന്നത്? ഒരു കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണൽ, ഒരു ജഡ്ജി ഒരു വിധി പാസാക്കിയാൽ അത് അപ്പീൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ കേസ് അവിടെ കൊണ്ട് തീർന്നു. ഡെഫിനിറ്റീവ് ജഡ്ജ്മെന്റ്. ഓരോ ജഡ്ജ്മെന്റ് വിച്ച് ഈഫ് കൺഫേംഡ് ബൈ സെയിം അതർ അതോറിറ്റി വുഡ് ബി ഡെഫിനിറ്റീവ്. മറ്റൊരു അതോറിറ്റിയിൽ പോയില്ലെങ്കിൽ അതെന്താകുന്നു? ഡെഫിനിറ്റീവ് ആകുന്നു. ഒരു മിനിറ്റേ മക്കളെ, ഒരു മിനിറ്റേ, ഞാൻ കോൾ എടുത്തു. നമ്മൾ എന്താ പറഞ്ഞേ? ജഡ്ജ്. ഒരാള് സിവിൽ കേസ് കേൾക്കാനോ ക്രിമിനൽ കേസ് കേൾക്കാനോ പ്രൊസീഡിംഗ് ഓഫീസറായി ഇരിക്കുന്ന എല്ലാവരും ജഡ്ജാണ്. പിന്നെ പറഞ്ഞെന്താ? അയാളുടെ ജഡ്ജ്മെന്റ് ഡെഫിനിറ്റീവ് ജഡ്ജ്മെന്റ് പാസ്സാക്കാനിരിക്കുന്ന എല്ലാവരും ജഡ്ജാണ്. ഡെഫിനിറ്റീവ് ജഡ്ജ്മെന്റ് എന്താണ്? ഒരാൾ അപ്പീൽ പോയാത്തിടത്തോളം കാലം അത് ബൈൻഡിങ് ആണ്, എന്താണ്, നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് എല്ലാം ഡെഫിനിറ്റീവ് ജഡ്ജ്മെന്റ്. ഓരോ ജഡ്ജ്മെന്റ് വിച്ച് ഇസ് കൺഫേംഡ് ബൈ സം അതോറിറ്റി. ഒരാളൊരു വിധി പറഞ്ഞു, അപ്പോഴേക്കും നമ്മൾ ഒരു ഓഫീസിൽ കൊണ്ട് കൊടുത്തും പറയണം ഇത് കൊള്ളാം, ഈ വിധി നടപ്പാക്കാൻ പറ്റുന്നതാണ്, ഇതിന് അപ്പീലൊന്നും പോകുന്നില്ല, ഇത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അത് ജഡ്ജാണ്. would be definitive, or who is one of the body of person which a body of person is empowered by law give judgment. ജഡ്ജ്മെന്റ് പറയാൻ അവകാശമുള്ള ബോഡി ഓഫ് പേഴ്സണിൽ ഇരിക്കുന്ന എല്ലാവരും ജഡ്ജിയാണ്. ഉദാഹരണം, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ ഒത്തിരി കമ്മീഷനുകളുണ്ട്, അതൊക്കെ ജഡ്ജിയാണ്. പിന്നെ പറയുന്നതാ എ കളക്ടർ exercising jurisdiction in a suit under the Act of 10 of 1957 is a judge. ഒരു കളക്ടർ ഒരു സൂട്ട് കേൾക്കുന്നതിന് വേണ്ടി 1859 നിയമപ്രകാരം ഇരുന്നാൽ ദ കളക്ടർ ഈസ് എ ജഡ്ജ്. അടുത്തത്, എ മജിസ്ട്രേറ്റ് എക്സർസൈസിംഗ് jurisdiction in respect of a charge on which he has power to sentence fine or imprisonment with or without appeal is a judge. ഒരു അപ്പീലോട് കൂടിയോ അപ്പീലില്ലാതെ കൂടിയോ ഒരു ശിക്ഷ കൊടുക്കാനോ ഒരു ഫൈൻ ഏർപ്പെടുത്താനോ ഇരിക്കുന്ന ആര്? മജിസ്ട്രേറ്റും ജഡ്ജാണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. A member of panchayat which has power under the regulation 7 of 1816 of Madras Court for trying determination of suit is a judge. 1816 മദ്രാസ് കോഡ് പ്രകാരം ഒരു പഞ്ചായത്ത് മെമ്പർ കേസ് കേൾക്കാനും തീരുമാനമെടുക്കാനും ഇരിക്കുകയാണെങ്കിൽ അതെന്താണ്? ജഡ്ജാണ്. ചില ഹിന്ദി സിനിമകളിലൊക്കെ നിങ്ങൾ കാണാം, ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഗ്രാമസഭ കൂടുന്നത് പോലെ കുറച്ച് കയറി നാട്ടുകൂട്ടം കൂടി തീരുമാനിക്കും. അങ്ങനെ നാട്ടുകൂട്ടത്തിൽ ഇരിക്കുന്ന തീരുമാനം എടുക്കുന്ന ആൾ ജഡ്ജാണെന്ന് അവിടെ പറഞ്ഞു. അടുത്തത്, എ മജിസ്ട്രേറ്റ് എക്സർസൈസിംഗ് ജൂറിസ്ഡിക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എ ചാർജ്. ഒരു കുറ്റപത്രത്തെ മുൻനിർത്തിക്കൊണ്ട്, ചാർജ് എന്ന് പറഞ്ഞ കുറ്റപത്രം, എ മാജിസ്ട്രേറ്റ്, ഒരു മജിസ്ട്രേറ്റ്, എക്സർസൈസിംഗ് ജൂറിസ്ഡിക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എ ചാർജ് ഓൺ വിച്ച് he has power only to commit a trial to another court is not a judge. ബഹുരസമാണ്. ബാക്കിയെല്ലാം ജഡ്ജാണെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഒരു കോടതിയിൽ നിന്ന് ഒരു മജിസ്ട്രേറ്റ് ഇരിക്കുന്നു, അയാള് ആ കേസ് നമ്പർ ചെയ്തിട്ട് ഈ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് മേലെ കോടതിയിലേക്ക് വിട്ടാൽ ആ ഇരിക്കുന്ന ആൾ ജഡ്ജിയല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു മജിസ്ട്രേറ്റ് ഒരു കേസെടുത്തിട്ട് ഈ കോടതിക്ക് അധികാരമില്ല, മേൽക്കോടതി നോക്കട്ടെ എന്ന് പറയുന്ന ആ സമയത്ത് അതെന്തല്ല? ജഡ്ജിയുടെ പോസ്റ്റല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റാണ്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. അപ്പോ 5 മോൾ ആദ്യം ഒന്ന് വായിച്ചേ. അപ്പൊ അങ്ങനെ അധികാരം ഇല്ലാത്ത കോടതിയിൽ നമ്മൾ കൊടുക്കുവോ? അങ്ങനെ, അതായത് യഥാർത്ഥത്തിൽ ഒരു പോക്സോ
സംഭവം നടന്നു എന്ന് കരുതുക. ആ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ആണുമാകാം പെണ്ണുമാകാം, അവനെ സെക്ഷലി അല്ലെങ്കിൽ അവളെ സെക്ഷലി മോളാസ്റ്റ് ചെയ്തു ഒരാൾ. ആദ്യം അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരെ സെഷൻസ് കോടതിയിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം കൊണ്ട് കൊടുക്കും. അത് സ്വാഭാവികമാണ്. അവിടുത്തെ ജൂറിസ്ഡിക്ഷനുള്ള കോടതി കൊണ്ടുപോകണം എന്നത് ഒരു നിയമമാണ്. മനസ്സിലായോ? ആ സാർ മനസ്സിലായി. ഓക്കെ. ആ വായിക്കട്ടെ. അതെ അതെ, വായിക്കും. 11. Person. The word person includes any company or association or body of persons, incorporated or not. 12. Public. The word public includes any class of the public or any community. 13. Definition of field, repealed by the Administrative Order 1950. 14. Servant of government. The words servant of government denote any officer or servant continued, appointed or employed in India by or under the authority of government. 15. Definition of British India, repealed by the Administrative Order 1937. 16. Definition of Government of India, repealed by the Administrative Order 1937. 17. Government. The word government denotes the central government or the government of a state. 18. India. India means the territory of India, including the state of Jammu and Kashmir. 19. Judge. The word judge denotes not only every person who is officially designated as a judge, but also every person who is empowered by law to give in any legal proceeding, civil or criminal, a definitive judgment or a judgment which, if not appealed against, would be definitive, or a judgment which, if confirmed by some other authority, would be definitive, or who is one of a body of persons, which body of persons is empowered by law to give such a judgment. Illustrations. A. A collector exercising jurisdiction in a suit under Act 10 of 1859 is a judge. B. A magistrate exercising jurisdiction in respect of a charge on which he has power to sentence to fine or imprisonment with or without appeal is a judge. C. A member of a panchayat which has power under 2 Regulation 7/1816 of the Madras Code to try and determine suits is a judge. D. A magistrate exercising jurisdiction in respect of a charge on which he has power only to commit or trial to another court is not a judge. Seven. Sense of expression once explained. Every expression every expression which is explained in any part of this code is used in every part of this code is conformity with the explanation. 8. Gender. The pronoun he and its derivatives are used of any person, whether male or female. 9. Number. Unless the contrary appears from the context word importing the singular number including the plural number and the word importing the plural number including the singular number. 10. Man and woman. The word man denotes a male human being of any age. The word woman denotes a female human being of any age. 11. Person. The word person including any company or association or the body of person, whether incorporated or not. 12. Public. The word public including any class of the public or any community. 13. Definition of queen, repealed by the AO 1950. 14. Servant of government. The word servant of government denotes an officer or a servant continued, appointed, or employed in India or under the authority of government. 15. Definition of British India, repealed by the AO 1937.
16 definition of the Government of India repealed by the AO 1937. 17 government. The word government denotes the central government or the government of state. 18 India. India means the territory of India, including the state of Jammu and Kashmir. 19 Judge. The word judge denotes not only every person who is officially designed as a judge, but also every person who is empowered by law to give in any legal proceeding, civil or criminal, a definitive judgment or a judgment which, if not appealed against, would be definitive, or a judgment which, if confirmed by some other authority, would be definitive, or who is one of the body of a person, which body of person is empowered by the law, gives such a judgment. Illustration A collector exercising jurisdiction in a suit under Act 10 of 1859 is a judge. B. A magistrate exercising jurisdiction in respect of the charge on which he has power to sentence to fine or imprisonment, which or without appeal is a judge. C. A member of the panchayat which has the power under regulation 7/1816 of the Madras Court to try the determined suit is a judge. D. A magistrate exercising jurisdiction in the respect of the charge on which he has power only to commit or trial another court is not a judge. യെസ്. അപ്പോൾ സെക്ഷൻ 20 കൂടി വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അല്ലേ? Okay, sir. സെക്ഷൻ 20 എന്ന് പറഞ്ഞ എന്താണ്? കോർട്ട് ഓഫ് ജസ്റ്റിസ്. കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? നീതി. നീതി. നീതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താ സാർ? നീതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീതി നമുക്ക് കോർട്ടില് നമുക്ക് വേണ്ടി ഇത് കിട്ടുന്നത്, കോർട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. പ്രവർത്തിക്കുന്ന നിയമം എന്ന് തന്നെ പറയണം. മനസ്സിലായോ? പുസ്തകത്തിലുള്ളത് നിയമം, അത് പ്രവർത്തിക്കുമ്പോൾ നീതി. മനസ്സിലായോ? മനസ്സിലായി സാർ. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തു പോയില്ലെങ്കിൽ അത് താഴേക്ക് വരും എന്നത് സയൻസാണ്, അല്ലേ? അതെ സാർ. ഒരു റോക്കറ്റ് ഉണ്ടാക്കി മുകളിലേക്ക് വിടുന്നു, ഗുരുത്വാകർഷണ ബലത്തിന്റെ അപ്പുറത്ത് പോയി ശൂന്യാകാശത്ത് പോകുന്നു, അതിനെ നമ്മൾ എന്ത് പറയും? ടെക്നോളജി എന്ന് പറയും, സാങ്കേതിക വിദ്യ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. സയൻസിനെ പ്രവർത്തിക്കുന്നതിനാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അതുപോലെ നിയമം പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. ഓക്കെ? ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായി സാർ. യെസ് സാർ. The word court of justice denotes a judge who is empowered by law to act judiciously alone. കോർട്ട് ഓഫ് ജസ്റ്റിസ്, നീതി ന്യായ കോടതി എന്ന് പറയുന്നത് നീതി അന്യായ കോടതി അല്ല കേട്ടോ, നീതിന്യായ കോടതി. നീതിന്യായ കോടതി എന്ന് പറയുന്നത്, ദ വേർഡ് നീതിന്യായ കോടതി, കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഡിനോട്ട് എ ജഡ്ജ് ഹു ഈസ് എംപവേർഡ് ബൈ ലോ ടു ആക്ട് ജുഡീഷ്യസ്ലി അലോൺ. ജുഡീഷ്യലായി മാത്രം തീരുമാനമെടുക്കാൻ ഇരിക്കുന്ന ഒരു ഓഫീസറുള്ള കോടതിയെയാണ് നമ്മൾ നീതിന്യായ കോടതി എന്ന് പറയുന്നത്, കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. A body of judge which is empowered by law to act judiciously as a body. ഒന്നിലധികം ജഡ്ജിമാരിരുന്നാലും അവർ ജുഡീഷ്യലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ അവരിനെയും കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയും.
when the judge or body of judges acting judiciously. ജഡ്ജാണോ ഒന്നിലധികം ജഡ്ജിമാരാണോ ജുഡീഷ്യസ് ആയി പണിയെടുത്താൽ അതിനെ നമ്മൾ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയും. മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി. യെസ്. ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ രണ്ടുപേരും. 20 Court of Justice. The words Court of Justice denote a judge who is empowered by law to act judicially alone or a body of judges which is empowered by law to act judicially as a body when such a judge or body of judges is acting judicially. മനസ്സിലായോ? മനസ്സിലായി. അധികം വായിച്ചേ. Court of 20 Court of Justice. The word Court of Justice denotes a judge who is empowered by law to act judicially alone, or a body of judges which is empowered by law to act judicially as a body when such judge or body of judges is acting judicially. യെസ്. ഇല്ലസ്ട്രേഷൻ അഞ്ജുഷൻ വായിച്ചേ. എന്താ സാർ? ഇല്ലസ്ട്രേഷൻ എന്ന് വായിച്ചേ. ഇല്ലസ്ട്രേഷൻ. Illustration: A panchayat acting under Regulation 7/1860 of the Madras Code, having power to try and determine suits, is a court of justice. എന്ന് പറഞ്ഞാൽ മദ്രാസ് ആക്ട് 1816 പ്രകാരം പ്രവർത്തിക്കുന്ന ഗാവ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തും എന്താണ്? കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. മനസ്സിലായോ? മനസ്സിലായി. തൽക്കാലം ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ?